അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയ ഒരു അപകടം. എൻ്റെ പ്രിയമുള്ളവരെ, പുത്തൂർ കുമ്പ്ര പുഞ്ചയിൽ നടന്ന ഈ ഒരു അപകടം വല്ലാത്ത വേദനിപ്പിക്കുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ പറയുന്നു, വബശ്ശിരിസ് സ്വാബിരീന അല്ലദീന ഇദാ അസ്വാബത്തും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. രണ്ടാളുകളാണ് മരണപ്പെട്ടു പോയത്. വല്യമ്മയും അതുപോലെ 8 വർഷം മാത്രം പ്രായമുള്ള പൊന്നുമോൾ മരണപ്പെട്ടെന്നുള്ള ദുഃഖ വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കേൾക്കാൻ സാധിച്ചത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ശക്തി അല്ലാഹു നൽകട്ടെ. ജീവിതം ചെറുതാണെന്ന് വലിയ ഒരു മെസ്സേജാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് നൽകുന്നത്. കുടുംബത്തെ വെറുപ്പിക്കാതെ അവരോട് സ്നേഹം കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മരണത്തിലേക്ക് തയ്യാറെടുത്തുകൊണ്ട് എപ്പോൾ എവിടെ എങ്ങനെ മരണം എന്ത് സംഭവിക്കുമെന്നും പറയാൻ പറ്റൂല. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് അവർ പോയത്. ആ പറപ്പുഞ്ചയിലെത്തുമ്പോഴേക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഒരു അപകടത്തിൽ മരണപ്പെട്ട വളരെ ദുഃഖകരമായ വാർത്തയാണ് നാമൊക്കെ കേട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മരണപ്പെട്ടു പോയ ആ സുലൈഖ എന്ന ആ ഉമ്മാക്കും അതുപോലെ സസ്വ എന്ന് പറയുന്ന 8 വർഷം മാത്രം പ്രായമുള്ള ആ നിഷ്കളങ്കമായാത്ത ആ പൊന്നുമോൾക്കും അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മരണം ആരെയും വിട്ടുപോകുകയില്ല. നിരവധി സ്വപ്നങ്ങളും പദ്ധതികളും ഒരുപാട് കുട്ടികളും ചിരിയും കളിയുമായി സന്തോഷത്തിൽ പോകുമ്പോഴാണ് പ്രിയമുള്ളവരെ പെട്ടെന്നൊരു അപകടം. ഈ അപകടമൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എവിടെ എന്തും സംഭവിക്കാം. വിശുദ്ധ ഖുർആൻ പറയുന്ന അങ്ങനെയാണ്, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യനിക്കറിയില്ല. മനുഷ്യൻ മരിക്കുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് പോലും മനുഷ്യനിക്കറിയില്ല അടുത്ത സെക്കൻഡിൽ ഞാൻ മരണപ്പെട്ടു പോകുമെന്നുള്ളത്. അത്രത്തോളമാണ് മരണം. അതുകൊണ്ടാണ് അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെ തകർക്കുന്നതായ മരണത്തെ കൂടുതലായി ഓർമ്മിക്കാൻ വേണ്ടി വിശുദ്ധ ഹദീസ് ഇറക്കെ പഠിപ്പിക്കുന്നത്. എന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസത്തിൻ സ്വദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹ യദ്ഉ ലഹു. വിശുദ്ധ ഖുർആൻ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവൻ്റെ എല്ലാ അമലുകൾ എല്ലാം മുറിഞ്ഞു പോവും. സ്വദഖത്തുൻ ജാരി, എന്തെങ്കിലും നാം നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, സഹകരിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കണ്ടറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും നാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ ഖലീഫന്മാർ അല്ലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലത്തെ പ്രഗത്ഭരായ ആളുകൾ രാത്രി ഉറക്കില്ലാതെ ഇങ്ങനെ നടക്കാനുണ്ടായ കാരണം അവർ നമ്മുടെ ഭരണത്തിൽ ആരെങ്കിലും പാവങ്ങളെ സഹായിക്കും. കാരണം മരണപ്പെട്ടാൽ നമുക്കത് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ സ്വാലിഹായ മക്കൾ. അതുകൊണ്ട് എന്നും തുടർച്ചയായുള്ള ദാനം, ഉപകാരപ്രദമായ വിജ്ഞാനം, അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, നമുക്ക് 2 പേർക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യണം. അതോടൊപ്പം ഈ കുടുംബത്തിന് ഈ ഒരു പരീക്ഷണം താങ്ങാൻ വേണ്ടി നാമൊക്കെ ദുആ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വലിയ ഒരു അത്ഭുതകരമായൊരു മരണമാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹുമാ വർഹംഹുമാ വആഫിഹിമാ വഅഫു അൻഹുമാ വഅക്രിം നുസ്ലഹുമാ വവസ്സി മദ്ഖലഹുമാ വനഖിഹിമാ മിനൽ ഖതായ കമാ യുനഖ്ഖ സൗബിൽ അബിയദ് മിനദ് ദനസ്. എല്ലാവരും ദുആ ചെയ്യുക. സാധിക്കുമെങ്കിൽ അവർക്ക് വേണ്ടി സൂറത്തുൽ ഫാത്തിഹയെങ്കിലും ഓതി അദിയ ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ടത് ആ കുടുംബത്തിന് ഒരിക്കലും, അതുപോലെ ഉമ്മ ഒരിക്കലും അവർക്ക് താങ്ങാൻ പറ്റാത്തതാണ്. ഇതിൽ ക്ഷമിച്ചാൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം ബൈത്തുൽ ഹംദ്, അതായത് പ്രത്യേകമായ ഒരു വീട് അള്ളാഹു സ്വർഗത്തിൽ പണിയുകയാണ് ക്ഷമിക്കുന്നവർക്ക്. കാരണം ആ എൻ്റെ അടിമയുടെ ആ പിഞ്ചു കുഞ്ഞുണ്ട് റൂഹാണല്ലോ കടന്നു വന്നത്. അടിമയെ എന്ത് ചെയ്തു എന്ന് അള്ളാഹു ചോദിക്കുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോൾ മലക്കുകൾ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്ഷമിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയൂ, പോകൂ, സ്വർഗത്തിൽ അവർക്ക് ബൈത്തുൽ ഹംദ് എന്നുള്ള കൊട്ടാരം പണിയണം ക്ഷമിച്ചവർക്ക്, സഹിച്ചവർക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വബശ്ശിരി സ്വാബിരീൻ, ആരാണ് ക്ഷമിക്കുന്നത് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ എന്നാണ്. നമുക്ക് മുസീബത്ത് വരുമ്പോൾ
ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള വാക്ക് എൻ്റെ പ്രിയമുള്ളവരെ അത് നമുക്ക് കരുത്താണ്. അതാണ് നമ്മുടെ എല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാവിധ അപകടങ്ങൾ, മരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കിത് സഹിക്കാൻ പറ്റാത്തൊരു ദുഃഖമാണെങ്കിൽ ആ മരിച്ചവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലം അള്ളാഹു നൽകും. അള്ളാഹു നൽകട്ടെ. ഷഹീദിങ്ങളെ കൂടെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇരുവർക്കും അള്ളാഹു പൊരുത്തു കൊടുത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ആ പൊന്നുമകൾ നമുക്ക് സഹിക്കാൻ കഴിയില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കൊട്ടാരത്തിൽ ഉല്ലസിക്കുകയാണ്. മഹദിയായ സാറ റളിയല്ലാഹു അൻഹ, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സംരക്ഷണത്തിൽ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നതുവരെ അവരുടെ സംരക്ഷണത്തിലായിരിക്കുമെന്നാണ് ഹദീസുകളിലൊക്കെ പഠിപ്പിക്കുന്നത്. എല്ലാവരും ദുആ ചെയ്യുക. അത്തരം എല്ലാവരുടെ കുടുംബത്തോട്, നാട്ടുകാരോട്, സുഹൃത്തുക്കളോട് ആരോട് വിദ്വേഷം പകയും ഒന്നുമില്ലാതെ സ്നേഹത്തോട്, സന്തോഷത്തോട് ചുരുങ്ങിയ ജീവിതമാണ്. ഈ ജീവിതത്തിൽ എല്ലാവരോടും സ്നേഹത്തോടു കൂടി അങ്ങ് ജീവിക്കുക. കാരണം നാം മരിച്ചാലും നമ്മുടെ ഈ സ്വഭാവം അത് മരിക്കുകയില്ല. അതെന്നും ഓർക്കും. 10 പേര് നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ സ്വർഗം നിർബന്ധമാണ് എന്നാണ് മുത്തായ റസൂൽ പഠിപ്പിച്ചത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പൊരുത്തു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.